അനിൽകുമാർ, CPM-ന്റെ പ്രതിനിധി. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഫാദർ മാണി പുതിയിടം അദ്ദേഹത്തിന്റെ അഭിപ്രായം താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: കേരള കോൺഗ്രസുകൾ ലയിച്ച് ഒന്നാകണം, അതുപോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ൽ എത്തണം. അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. സഭാ നേതൃത്വമൊക്കെ ഇക്കാര്യത്തിൽ പലതവണ ചർച്ച നടത്തിയതാണ്. പക്ഷേ ജോസ് കെ മാണി അതിന് തയ്യാറായിട്ടില്ല. നേതാക്കളുടെ ഈഗോയാണ് ഇതിന് കാരണം. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം സഭയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം വരുമ്പോൾ? അല്ല, അതൊരു സഭയുടെ പ്രതികരണമായിട്ട് ഞങ്ങൾ ആരും കാണുന്നില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കിന് വൈദികന്മാരുണ്ട്. പലരും ശ്രേഷ്ഠതരമായ രീതിയിൽ വൈദിക ജീവിതം നയിക്കുന്ന, ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരാണ്. ആധ്യാത്മിക വഴികളിൽ ചിന്തിക്കുന്ന അത്തരം ആളുകൾക്കൊപ്പമാണ് വിശ്വാസ സമൂഹം പൊതുവിൽ നിൽക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം ഏത് മുന്നണിയിൽ വേണമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമുദായ സംഘടനകളോ മതസംഘടനകളോ തീരുമാനിക്കാറില്ല. സഭയും തീരുമാനിക്കാറില്ല. ഓരോ സഭകളിലും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരുണ്ടാവും. കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയമുള്ളവരുണ്ടാവും, BJPക്ക് അനുകൂലമായ രാഷ്ട്രീയമുള്ളവരുണ്ടാവും. നാളെ വേറൊരു വൈദികൻ പറയുകയാണ് BJPയിലാണ് ചേരേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും സഭ? അതല്ല, നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഖ്യമുണ്ടാക്കാമെന്ന് വേറൊരു വൈദികൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആയിരക്കണക്കിന് വൈദികന്മാർ കേരളത്തിലില്ലേ? പോപ്പുലർ ഫ്രണ്ടിൽ ചേരണം, അല്ലെങ്കിൽ SDPയുമായിട്ട് മുന്നണി ഉണ്ടാക്കണമെന്ന് വേറൊരു കൂട്ടം വൈദികന്മാർ പറഞ്ഞാൽ നാളെ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഏതെങ്കിലും ഒരു വൈദികൻ പറയുന്നത് വെച്ചിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകും എന്ന് ആരെങ്കിലും ധരിക്കാൻ പാടില്ല. മാത്രമല്ല, അത്തരം അഭിപ്രായങ്ങളെ നിരാകരിക്കുന്ന പൊതുമണ്ഡലമാണ് കേരളത്തിലുള്ളത്. കേരള കോൺഗ്രസും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചു. അതിന്റെ നിരാശ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ UDF-നുണ്ട്, വലതുപക്ഷത്തിനുണ്ട്. അവര് കേരള കോൺഗ്രസ് എമ്മിലെ അണികൾക്കിടയിൽ വെറുതെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഓരോരുത്തരെ വെച്ച് നുണ നിർമ്മിക്കുകയാണ്. അതിന് കഴിവായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർ സ്വയം ആലോചിക്കുക, ഇത്തരം പണിയാണോ തങ്ങളെ വൈദിക ജീവിതത്തിന്റെ ഭാഗമായി സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മതപരമായി ഉള്ള കാര്യങ്ങളിൽ ഇടപെടുക, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ ജോലി ചെയ്യുക. ഈ അതിർവരമ്പുകൾ പരസ്പരം മാനിക്കാത്തിടത്തോളം കാലം ഇന്ത്യ രാജ്യം RSS കൈപ്പിടി ആക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ മണിപ്പൂരിലടക്കമുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം രാഷ്ട്രീയ നിലപാടുകൾ മണിപ്പൂരിലെ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റും? പള്ളികൾ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്, ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇത്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള വൈദികന്മാർ മണിപ്പൂരിൽ ചെന്ന് അവിടെ ഒരു നിലപാട് സ്വീകരിച്ച് ആദ്യം ശാന്തമാക്കട്ടെ. ശരി, ശ്രീ കെ അനിൽകുമാർ, അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രതികരണം കൂടി താങ്കൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ആ ബൈറ്റ് കേൾപ്പിക്കാം. പിന്നെ താങ്കൾ പറഞ്ഞു അത് ഏതെങ്കിലും ഒരു വൈദികൻ എന്ന രീതിയിൽ താങ്കൾ പറഞ്ഞു വൈദികരുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. പക്ഷേ ഇദ്ദേഹം ഫാദർ മാണി പുതിയിടം, അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രമുഖനാണ്, സീനിയർ വികാറാണ്, മുൻ PRO ആണ്. അദ്ദേഹം ഈ നയരൂപീകരണ സമിതികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ചർച്ചകളിൽ പങ്കെടുക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹം നിസ്സാരക്കാരനായ ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. ഇവിടെ ഈ പ്രീണനം കൊണ്ട് രണ്ട് പാർട്ടികൾ നടക്കുമ്പം ഒരുപക്ഷേ വോട്ടേഴ്സിൻ്റെ തിങ്കിങ് ആ വഴിക്ക് ചെരിഞ്ഞു എന്ന് വരാം. അപ്പോൾ ഇവരുടെ നയങ്ങൾക്ക് ചിലപ്പോൾ വിധേയപ്പെട്ടു എന്നും വരാം. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആരാ? മറ്റ് പാർട്ടികൾ തന്നെയാണ്. ഈ പറയുന്ന UDF-ഉം LDF-ഉം തന്നെയാണ്. UDF-ൻ്റെയും LDF-ൻ്റെയും പ്രീണന നയമൊന്ന് മാറ്റിവെച്ചിട്ട് അവർ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കുന്ന നില വരികയാണെങ്കിൽ അപ്പോൾ അത് മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അബ്സല്യൂട്ടായിട്ട് BJP-യാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരിക്കലും ശരിയാവില്ല. ആയിരുന്നുവെങ്കിൽ ഈ ഇടപാട് ഉണ്ടാവില്ലായിരുന്നു. BJP-യോടൊരു അകലം കാണിക്കേണ്ടതില്ല എന്നും ആയിരിക്കും. അതില്ല, അകലം അതൊക്കെ പണ്ടുണ്ടായിരുന്നതൊക്കെ മാറിപ്പോയി. അകലം കാലിക്കേണ്ട കാര്യം നടത്തുകൊണ്ട് ഇവർ ഒത്തിരി പേര് BJP പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇതാണ് താങ്കൾ പറഞ്ഞ ആ ഒരു BJP-യുടെ കടന്നുവരവ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കടന്നുവരവിന് അവസരം ഒരുക്കുകയാണ് എന്ന് പറയുമ്പോൾ നിലപാട് ഇങ്ങനെയാണ്. സഭയിലെ ഒരു സീനിയർ വികാർ തന്നെ ഈ നിലപാട് പറയുകയാണ്, BJP എതിർക്കപ്പെടേണ്ടതല്ല എന്നാണ് പറയുന്നത്. മണിപ്പൂരിൽ ചെന്നത് പറയുകയാണ് ഏറ്റവും നല്ലത്. ഇന്ത്യ രാജ്യത്ത് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ പറഞ്ഞത് ഒരു വർഷത്തിൽ 500ഓളം സ്ഥലങ്ങളിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ വൈദിക ശ്രേഷ്ഠനോട് ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന് വൈദിക വേഷം ധരിച്ച് ട്രെയിനിലൂടെ ഇന്ത്യയിൽ യാത്ര നടത്താൻ പറ്റുമോ? സഭാവസ്ത്രം ധരിച്ച് ഇന്ത്യയിൽ കേരളം വിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒന്ന് യാത്ര ചെയ്തിട്ട് വാ, നമുക്ക് മനസ്സിലാവും എന്താണ് ഇന്ത്യ എന്ന്, എന്താണ് ഇന്ത്യയിലെ BJP എന്ന്. നമ്മുടെ കന്യാസ്ത്രീകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ അഭിവന്ദ്യരായി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കേരളം വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കുന്നത് പരിമിതമാണ്.
കേരളം വിട്ടു കഴിഞ്ഞാൽ സഭാവസ്ത്രം ധരിച്ച് പൊതുവിടങ്ങളിൽ പോകുന്നത് വളരെ വളരെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. എങ്ങനെയാണ് അവിടെ സഭാപ്രവർത്തനം നടത്തുക, ഈ ആത്മായ പ്രവർത്തനം നടത്തുക എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ളവർ. അതുകൊണ്ട് BJP എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിന്റെ അതിർത്തി വിട്ട് ഒരു യാത്ര നടത്തിയാൽ മതി, ട്രെയിനിൽ യാത്ര നടത്തിയാൽ മതി. നമുക്കറിയാം എത്രത്തോളം അവകാശം ഉണ്ടാവും, അവസരം ഉണ്ടാവും. അതുകൊണ്ട് കേരളത്തിൽ അനുഭവിക്കുന്നത് സ്വസ്ഥതയുണ്ട്, സ്വാസ്ഥ്യമുണ്ട്. ആ സ്വാസ്ഥ്യത്തിന് കേരളത്തിന്റെ മതനിരപേക്ഷതയാണ് പ്രധാനം. അതിന്റെ വില മനസ്സിലാക്കാതെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ യുവദാസിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ നിൽക്കുന്നവര് BJPയെ വില കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. അവർ ജമാഅത്തെ ഇസ്ലാമിയെയും SDP യെയും ശക്തിപ്പെടുത്തുകയാണ്. അത് മനസ്സിലാക്കണം. ശരി. ഇപ്പോൾ ശ്രീ ജോണി